ഈശോ മിശിഹായ്ക്ക് ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്താ സുമേഷെ വിശേഷിച്ച്? അച്ഛൻ പറഞ്ഞ മാതിരി എല്ലാ വഴിപാടും നടത്തി. കൃപാസനം ചമ്മന്തി അരച്ച് കഴിച്ച്, പാട്ടുകുർബാന നടത്തി, അത്ഭുത കിണറിൽ വെള്ളം കുടിച്ച്, അതുകൊണ്ട് മുഖം കഴുകി. എന്നിട്ടും എൻ്റെ കല്യാണം വന്നാൽ നടന്നില്ല അച്ഛോ. 3-4 കൊല്ലമായി. ഒരു കാര്യം ചെയ്യൂ, ഒരാൾ പൊക്കത്തിലൊരു മെഴുകുതിരി അങ്ങോട്ട് കത്തിക്കുക, എല്ലാം ശരിയാവും. കത്തിച്ചോളം മതി അച്ഛാ. പിന്നെ എനിക്ക് എൻ്റെ ആശ്രയിച്ചിട്ടേ മതി. അസംബന്ധം പറയാതെ സുമേഷേ. സുമേഷിൻ്റെ ഭരണാധികാരികൾ ഒരുപാട് മോഹന വാഗ്ദാനങ്ങൾ നൽകിയിട്ടാണ് അധികാരത്തിലേറിയത്. 50 രൂപയ്ക്ക് പെട്രോൾ നൽകാമെന്നും 2 കോടി തൊഴിലുകൾ നൽകാമെന്നും 15 ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ അധികാരത്തിലേറിയത്. എന്നിട്ടും അവരതൊന്നും സഫലമാക്കിയില്ലല്ലോ. സുമേഷിനെ പോലെയുള്ള ആളുകൾ അതിനെ സംബന്ധിച്ച് ചോദിച്ചതുമില്ല. ഈ എന്നോട് ചോദിക്കുന്നത് പോലെ നിങ്ങളുടെ ഭരണാധികാരികളോട് ചോദിച്ചോ? ഇല്ലല്ലോ. ഞങ്ങളിങ്ങനെ പുരോഹിതന്മാരുടെ നെഞ്ചത്തോട്ട് കയറാൻ എല്ലാവർക്കും വലിയ ഉത്സാഹമാണ്. എടോ, ഒന്ന് മനസ്സിലാക്കണം, ഈ പാട്ടുകുർബാന നടത്തലും കൃപാസനം ചമ്മന്തി അരച്ച് കഴിക്കലും ഈ ലതീഞ്ഞെടുത്ത് വയ്ക്കലും അത്ഭുത കിണറിലെ വെള്ളം കോരി ചന്തിയടക്കം ശരീരമാസകലം കഴുകലും അഴുകാത്ത നാവ് മുത്തലുമൊക്കെ സാധാരണ സംഗതികളാണ്. അതിൻ്റെ ഫലമായി ചിലപ്പോൾ ഉദ്ദിഷ്ട കാര്യങ്ങൾ നടന്നേക്കാം, ചിലപ്പോൾ നടക്കാതിരിക്കാം. അതൊക്കെ സാധാരണയാണ് ഈ ലോകത്ത്. എന്ന് വെച്ച് അതിനെയൊക്കെ അതിന് മുടക്കിയ പണം തിരിച്ചു ചോദിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ മര്യാദകേടാണ് സുമേഷേ. അതൊന്നും അത്ര ശരിയല്ല. സുമേഷ് എന്താ വിചാരിച്ചേ? ഞങ്ങൾക്കാരും ചോദിക്കാനും പറയാനുമില്ലെന്നോ? തൽക്കാലം സുമേഷ് ഈ സന്നിധിയിൽ നിന്ന് വിടുതൽ ചെയ്യുകയാണ് നല്ലത്. എന്താ ഒരു അമാന്തം? ഇല്ല അച്ഛോ, എനിക്ക് കാശാണ്, ഞാൻ പോവില്ല. ദൂരെ പോ.